സോറി സുനിലെ, കോൾ എടുക്കാൻ പറ്റിയില്ല. കോൾ എടുക്കാഞ്ഞത് മനഃപൂർവ്വമല്ല. വീട്ടിലാകെ പ്രശ്നമോ, കല്യാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. ഞാൻ സുനിലിനെ പിന്നെ വിളിച്ചാൽ മതിയോ? അവള് പോയടാ. ഇതല്ലടാ പറ്റിയ അവസരം. എന്തിന്? ഞാൻ ഒരു ഐഡിയ പറയട്ടെ. പറയട്ടെ ഒന്ന് പറയടാ. നീ അവളാണ് കെട്ടിക്കോ. അത് പോയിന്റ്. എടാ നീ വെറുതെ പറ്റുമ്പോഴത്തെ ചെക്കനെ വരെ വള്ളി പിടിപ്പിക്കില്ലേട്ടാ. ഓടാ എന്റെ മാവേ, നിന്റെ ആവശ്യം തീറ്റാ. ബിസിനസ് ചെയ്യാൻ ആണാ? അവൾക്ക് എവിടെ ജോലി? ബാങ്കില്. അപ്പൊ അവളെ കെട്ടിയ പിന്നെ നിനക്ക് ലോൺ കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാ? ഉണ്ടാ? എന്താടാ? ഇല്ല. ഐഡിയ. നീ ഒന്ന് ആലോചിക്കേ, നിന്റെ ചേട്ടന്റെ കല്യാണത്തിന് മുമ്പ് നിന്റെ കല്യാണം നടന്ന അവൻ ഈ നാട്ടിൽ നാറും, പിന്നെ അവൻ ഈ നാട്ടിൽ ഇത് തന്നെയല്ലേ നമ്മളെ സുഖമായിട്ടും ചെയ്തത്. പുള്ളി ഇപ്പൊ ഏതാ ലെവല്. പുള്ളിക്ക് ചെയ്യാമെങ്കിൽ നിനക്ക് കണ്ണു മുട്ടി ചെയ്യാം. നീ യോഗ്യനാണ്, നീ ചെയ്യണം. ഞാൻ ചെയ്യും. നീ ഇപ്പൊ വിളിച്ചോ? നീ ഇപ്പൊ വിളിക്കാളെ. അതിനവള് സമ്മതിച്ചാലല്ലേ? ഒരുപാട് രക്ഷോടാ സമ്മതിക്കാത്തത്. ഐ ലവ് യു. ശരി, അപ്പൊ പോയിന്റ് പറഞ്ഞ നമ്മളാരേ? പോയി ഒളിഞ്ഞു കേക്കാം. ഹലോ. സുമി, ഞാൻ വിളിച്ചത് കാര്യം പറയാനാ. പറ സുനിലെ. അത് ഞാൻ എന്താണെങ്കിലും പറ. അത് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, സുമിക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് രണ്ടും കല്യാണം കഴിച്ചാലോ? ഹലോ, കട്ട് ചെയ്തു. എടാ പിന്നെ എന്റെ ജീവിതം പോയാ? അതിന് ഞാൻ ഒരു ഐഡിയ പറഞ്ഞതല്ലേ ഉള്ളൂ. എന്തിനാണ് ആ പാവത്തിനൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കണേ? അത് ഇനി എല്ലാവരും കൂടെ എന്റെ മതി കയറിക്കോ. എടാ നീ ആ കൊച്ചിനെ വിളിച്ചൊരു സോറി പറ. സുമി, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ബുദ്ധിമുട്ടായെങ്കിൽ ഐ എം റിയലി സോറി. സൗണ്ട് മാറ്റുന്ന എന്തിനാ? ഹലോ രേവു. സുമി, നീ എന്താ തീരുമാനിച്ചേ? എനിക്കറിയില്ല. അറിയില്ലെന്നോ? ഇങ്ങോട്ട് വന്നേ. അപ്പൊ നീ നിന്റെ വീട്ടുകാര് പറഞ്ഞ പോലെ ആ അമ്മാവനെ കല്യാണം കഴിക്കാനുള്ള പ്ലാനാ? ഏയ് അതൊന്നുമല്ല. പിന്നെന്താ നിന്റെ പ്രശ്നം? നിനക്ക് അവനെ ഇഷ്ടല്ലേ? സത്യം പറഞ്ഞ അവനെന്റെ ലൈഫിൽ വന്നേ പിന്നെ ഞാനൊന്ന് ഹാപ്പി ആവാൻ തുടങ്ങിയത്. എൻ്റെ ആ പഴയ ചിരിയും എനർജിയും എനിക്കൊരു 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു. വേറെ എന്ത് വേണം? അതല്ല, ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ല. അതൊക്കെയല്ലേ അതിന്റെ ഒരു ത്രില്ല്. ഞാനും രവിയേട്ടനും എങ്ങനെയാ പിന്നെ കല്യാണം കഴിച്ചേ? ഫോണിൽ കൂടെ പ്രണയിച്ചിട്ട്. ഞാനൊരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലേ രവിയേട്ടന്റെ. പക്ഷെ രേവു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഡെസിഷനാണ്. ഇവനെ വേണോ അതോ ആ അമ്മാവനെ വേണോ എന്ന് നിനക്ക് തീരുമാനിക്കാം. എന്തായാലും ആ കൃഷ്ണകുമാറിനെ ഞാൻ കെട്ടില്ല. അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. നീ അവനെ വിളിക്കേ. വിളിക്ക് സുമി. ഹലോ. സുനിൽ ഇന്നലെ പറഞ്ഞ കാര്യം സീരിയസ് ആണോ? സോറി പറഞ്ഞല്ലേ, അത് സീരിയസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതല്ല, കല്യാണത്തിന്റെ കാര്യം. എനിക്ക് സുമിയെ ഭയങ്കര ഇഷ്ടമാണ്. സുമിക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം നമുക്ക് കല്യാണം കഴിച്ചാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. സുമിയുടെ സമ്മതം കൂടി എനിക്ക് വേണമല്ലോ. സോ എൻ്റെ ലൈഫിൽ ഇത്രയും നാളെ എല്ലാ തീരുമാനങ്ങളും എടുത്ത എൻ്റെ വീട്ടുകാരാ. പക്ഷെ ഈ തീരുമാനം എൻ്റെതാ. എനിക്ക് സമ്മതമാ. ഹലോ ഹലോ. ഡേറ്റും തീയതിയും സമയമൊക്കെ സുമി തീരുമാനിച്ചു. ഞാൻ റെഡിയാണ്. ഓക്കെ. എന്താ പറഞ്ഞേ? പുള്ളി റെഡിയാണ്. ശരിക്കും ഡേറ്റും ടൈമൊക്കെ എന്നോട് തീരുമാനിക്കാൻ പറഞ്ഞു.
അമ്മോ അത് അടിപൊളിയായി. തൽക്കാലം ഇത് ആരും അറിയണ്ട. അത് ശരിയാ. കല്യാണം നമുക്ക് ഇവിടുത്തെ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടത്താം. അവിടുത്തെ പ്രൊസീജിയേഴ്സിനെ പറ്റിയൊന്നും നീ ടെൻഷൻ അടിക്കണ്ട. അവിടുത്തെ സബ് രജിസ്ട്രാറേ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാ.